നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വേറൊന്നുമല്ല, ഉണക്ക മുന്തിരിയാണ്. നമ്മൾ സാധാരണ വലിയ വിലയൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് ചിലപ്പോൾ കുറച്ച് മുന്തിരി ആയിരിക്കുമല്ലേ നമുക്ക് കിട്ടുക. പക്ഷെ ഇതൊന്നും ഇല്ലാതെ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഈ ഉണക്ക മുന്തിരി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളുമാണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വേഗം പോയി എങ്ങനെയാണ് ഉണക്ക മുന്തിരി ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവരാം. ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് പച്ച മുന്തിരിയായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചുവന്ന മുന്തിരി, കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അത് വെച്ചും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പച്ച മുന്തിരി, ഇപ്പം മുന്തിരി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പെസ്റ്റിസൈഡ്സൊക്കെ അടിച്ചാണ് വിൽക്കുന്നതൊക്കെ. അപ്പം നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്ന ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ മുന്തിരി കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വിനിഗറും ചേർത്ത് കുറച്ച് വെള്ളത്തിൽ ഒരു 10-20 മിനിറ്റ് ഇട്ട് വെക്കുക. അതിനുശേഷം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുക. അത് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു മരുന്നൊക്കെ അടിക്കുകയാണെങ്കിൽ പോയി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ വൃത്തിയായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൽ കുറച്ചൊരു ചെറിയ കേട് പോലെയൊക്കെ ഉണ്ടാവുന്ന മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഇത് ആ മുന്തിരിയൊക്കെ ഞാൻ തരം തിരിച്ചിട്ടുണ്ട്. കുറച്ചൊരു മോശമായിട്ട് തോന്നുന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ ആവി കയറ്റി എടുക്കാൻ പോവാണ്. നമുക്ക് ഉണക്ക മുന്തിരി ഉണ്ടാക്കുമ്പോൾ ആവി കയറ്റി എടുത്തും ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആവി കയറ്റിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വെള്ളമൊക്കെ വെച്ചു, ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തട്ടിലോട്ട് മുന്തിരി മാറ്റി കൊടുക്കാം. ഇനി ഞാനിത് ആവി കയറ്റി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കി. ഇപ്പോൾ ഞാൻ ശരിക്കും ഒരു 15 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും വെക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തുറന്ന് നോക്കിയിട്ട് ഈ ഒരു കളറും ആവും. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ചുരുങ്ങി വന്നതുപോലെയാവും. ശരിക്കും അതുപോലെ എല്ലാ മുന്തിരിയും ആയോ എന്നുള്ള ഒരു പാകം നോക്കണം. അഥവാ ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആവിയിൽ നിന്നൊക്കെ കുറേ വെള്ളമൊക്കെ ഇതിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വല്ല തുണി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ആയാലും ചെയ്തെടുക്കാം നമുക്ക്. അപ്പം ഞാനിതിപ്പം ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഉണക്കിയെടുക്കലാണ്. അതിനുവേണ്ടി ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്കാണ് മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിയിടുന്നതിലും നല്ലതെന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്പേസ് വെച്ച് ഓരോ മുന്തിരിക്കും തമ്മിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് വെച്ചിട്ട് പ്ലേറ്റിലാക്കിയാൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 3 പ്ലേറ്റിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഉണക്കിയെടുക്കുന്ന സമയത്ത് നല്ല വെയിലുണ്ടെങ്കിൽ ഒരു 2 ദിവസം മതി ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എത്ര ദിവസം എടുക്കും ഇത് ഉണങ്ങി കിട്ടാനെന്ന്. അപ്പോൾ 1ാമത്തെ ദിവസം ഉണങ്ങിക്കഴിഞ്ഞ് 2ാമത്തെ ദിവസം വെയിലത്തോട്ട് വയ്ക്കാൻ പോകുമ്പോഴുള്ള അവസ്ഥയാണ്, മുന്തിരിയുടെ അവസ്ഥയാണിത്. കുറച്ചൊന്ന് വെള്ളമൊക്കെ വറ്റി അതിൻ്റെ കളറൊക്കെ ഒന്നും കൂടി മാറി വന്നിട്ടുണ്ട്. പിന്നെ ഒരു നീണ്ട പോലെ തോന്നില്ല നിങ്ങൾക്ക്, അങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയൊരു വെയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇല്ലേ കുറച്ചുകൂടി ഉണക്കി കിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2ാമത്തെ ദിവസം വെയിലത്ത് വെക്കാൻ പോകുമ്പോൾ എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ മുന്തിരിയൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴായാലും എന്താണെന്ന് വെച്ചാൽ അടിയിൽ കുറച്ചൊരു വെള്ളം ഉണ്ടാവും, അത് പ്ലേറ്റുമായിട്ട് ഇങ്ങനെ ഒട്ടിക്കിടന്ന് നിൽക്കും. അപ്പോൾ എന്തായാലും ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇത് 3ാമത്തെ ദിവസം മുന്തിരിയുടെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ കണ്ടില്ലേ, കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഏതാണ്ട് നല്ല ഒരു മാറ്റം തന്നെ വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിനെ കൊണ്ട് തന്നെ ആ ഒരു ഭാഗം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് തന്നെ പറയാം. അപ്പോൾ മുന്തിരിയൊക്കെ കാണുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ആ ഒരു മുന്തിരിയുടെ അതുപോലെ തന്നെയാണെന്ന് നോക്കാൻ നമുക്ക് കുറച്ച് മുന്തിരി എടുത്തിട്ട് നെയ്യിലൊന്ന് വറുത്ത് കോരാം. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്, മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് നോക്കിയാൽ നമ്മൾ സാധാരണത്തെ അതേപോലെ തന്നെ ഇങ്ങനെ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം പെർഫെക്റ്റായി കിടിലനായി വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പുറത്തുനിന്ന് അഥവാ വെയിൽ പോവുകയാണെങ്കിൽ അപ്പം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഉറുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് വെയിൽ കുറഞ്ഞു കഴിയുമ്പോൾ.
മധുരമുള്ള സാധനമാണല്ലോ. അപ്പോൾ നമ്മൾ പുറത്ത് വെയിലത്ത് വെക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഒരു കണ്ണുണ്ടാവണം. ഇല്ലെങ്കിൽ പിന്നെ മേലെ കുറച്ച് വലയൊക്കെ ഇട്ട് അങ്ങനെ നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അർത്ഥം. അപ്പോൾ എന്തായാലും നല്ല വില കുറവിൽ മുന്തിരിയൊക്കെ കിട്ടുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വാങ്ങിയിട്ട് ഇതുപോലെ നന്നായി വൃത്തിയായി കഴുകിയിട്ട് ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് ഉണക്കിയിട്ട് ഉണക്കമുന്തിരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ടിന്നിലൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുക. നമ്മൾ വെറുതെ കുറച്ച് മാത്രം മുന്തിരി ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങണ്ടല്ലോ. ഇതാകുമ്പോൾ നമുക്ക് കുറേ മുന്തിരി ഒരുമിച്ച് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം, ഒരുപാട് പൈസയാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എന്താണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് കമൻറ്റിൽ പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.